Hello guys, welcome back to my channel RRYT Gaming. So ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് യാമ എന്ന് പറഞ്ഞ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് യാമ എന്ന സോഡ് CDKയിലെ യാമ എന്ന സോഡ് ആ ബാക്കിലുണ്ടായ പൊട്ടൻ്റെയിലുണ്ടായ അതേ സോഡ് നമ്മൾ ഇന്ന് എടുക്കാൻ പോവുകയാണ്. ആക്ച്വലി ഈ വീഡിയോ വരേണ്ടത് 2 ദിവസം മുമ്പാണ്, 2 അല്ല ഒരു 3-4 ദിവസം മുമ്പാണ് വരേണ്ടത്. പക്ഷെ ഓരോ ഇഷ്യൂ ആയതുകൊണ്ട് ഈ വീഡിയോ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ സോഡ് എടുത്ത് ഇതിൻ്റെ പേരെന്തേലും മിഡ് നൈറ്റ് ബ്ലേഡ്. പിന്നെ നമ്മൾ പുതിയ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്, ആദ്യത്തെ വീഡിയോ ആണ്. ഗോൾഡ് മാക്സ് എടുക്കാം. പിന്നെ V3 ആക്കി. പിന്നെ വേറൊരു കാര്യം, നമ്മല്ല ഒരു സർവറിലായിട്ട് നമ്മൾ ഡോക്കിങ് ഒരു സ്പോണാക്കി. ഞാൻ പോയിട്ട് കൊന്നു, ഞങ്ങൾക്ക് മിറർ ഫ്രെക്റ്റിൽ കിട്ടി. ഇനി മിറാജും കൂടി കിട്ടിയാൽ മതിയെന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ, ഇത് എവിടെയാണ്? ഈ എലൈറ്റ് ഹണ്ടറിനൊക്കെ വന്നിട്ടായിട്ട് നമുക്ക് ഒന്ന് ഗ്രേഡ് 3 വരെ പോകേണ്ടി വരും. ഫ്ലോട്ടിംഗ് ടർട്ടലിൽ എവിടെ 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 ഈ ഫ്ലോട്ടിംഗ് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ മറ്റേ വൺ പീസില് സോ ഐലാൻഡ് അല്ലേ? പൈസ ഇല്ല റോളാക്കാൻ. ഇൻസ്റ്റിങ് വീട്ടിൽ വെക്കണമെന്നുണ്ട്, പക്ഷെ മറ്റേ ടൈറ്റിൽ ഇട്ടാണ്ടൊന്നും വെക്കാൻ പറ്റൂല. അതേ ഇരിക്കുന്നുണ്ട് എൻ്റെ. ഓണാക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെ സ്റ്റാറ്റ് ഇപ്പൊ ഇങ്ങനെയാണുള്ളത്. സോഡിൽ കുറച്ചടിയെങ്കിലും എടുക്കാൻ വേണം, അതുകൊണ്ടാണ്. ഈ ഫൈറ്റിംഗ് സ്റ്റൈൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഞാൻ അധികം ഈവെന്റിന് പോകാറുണ്ട്. അപ്പൊ ഇതിലാകെ 2 മൂവേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ CBSന്റെ നെഞ്ചത്തേക്ക്. സ്ട്രേഞ്ച് ആയിട്ട് ഫൗണ്ട് ചെയ്തോ, അങ്ങനെ നമുക്ക് വെറുതെ പോയിട്ട് ഒന്ന് ഡോക്കി ഇങ്ങനെ കൊണ്ടിട്ട് വരുന്നേ. ഓക്കെ, അവിടെ സീൽഡ് ബട്ടണില്ലേ, അവനോട് പറയാം. ഞാൻ എന്തായാലും റിപ്പിൻ ഡ്രൈവിംഗ് ഒന്ന് ഡോക്കിങ്ങിനെങ്കിൽ ഒന്ന്, ഇനി മിറാജും കൂടി കിട്ടണം. നമുക്കൊന്ന് ഗ്രേറ്റ് ട്രെയിൻ്റെ മണ്ടയിലേക്ക് വരാം. കുറച്ച് ടഫായിരിക്കും എൻ്റെ മുകളിൽ വരാൻ, ബിക്കോസ് ഫ്ലൈബിലിറ്റി ഉണ്ട് ഫ്രൂട്ട് ഒന്നും അല്ല ഇത്. അത് വേണമെങ്കിൽ ലൈറ്റ് തിന്നാം, പക്ഷെ ഒരു ബുദ്ധ ഇല്ല നമ്മളിൽ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തിന്നേനെ. ആദ്യത്തെ മൂവെങ്കിലും അൺലോക്ക് ആക്കണം അതിന്. പോർട്ടൽ ഓപ്പണിങ്. ഞാൻ ഇന്നലെ വരെ ഇതിൻ്റെ മറ്റേ കേസ്റ്റ് ഷിപ്പിലത്തെ ആക്സസറീസ് ആയ മറ്റേ 2 ഗൺ, ഒരു ഗണ്ണ്, ഒരു സോഡ്, ഒരു ആക്സസറി, ആ 3 സാധനവും മേടിയിട്ടുണ്ടായിട്ടാ. ഞാൻ ഇന്നലെയാണ് മറ്റേ ഗൂൾ മാസ്ക് നല്ല ആക്സസറി ആണ് ബുദ്ധാക്ക് എല്ലാം കേട്ടത്. അറ്റാകുമ്പോൾ ഞാൻ എന്തെങ്കിലും നേരെ പോയിട്ട് മേങ്ങി. നമ്മളിൽ കറക്റ്റ് ഇതെല്ലാം ഉണ്ടായിന്, എക്ടോപ്ലാസ് എല്ലാം. പിന്നെ നമ്മളെ പുതിയ ഔട്ട്ഫിറ്റ് ആണോ നല്ലത്, പഴയ ഔട്ട്ഫിറ്റ് ആണോ നല്ലത് എന്ന് നിങ്ങളൊന്ന് പറയുക. അടുത്തായിട്ട് ഞാൻ V4 ആക്കും. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ടായിട്ട് ഞാൻ നേരെ സർവർ ഡ്രോപ്പ് ചെയ്തിട്ട് എലൈറ്റ് ഹണ്ടറിനെ കൊല്ലുന്നു. എന്നിട്ട് ആ സോഡ് കിട്ടിയതിന് ശേഷം മിറാജ് ആപ്പി പോവാ. അതിൻ്റെ ഇടയിൽ CBSറ്റിനെ ഒന്നിനും മൈൻഡ് ആക്കില്ല. വീഴല്ലേ മുക്കുമുത്തി വീണില്ല. ഞാനൊന്ന് ഭയന്ന് കേട്ടോ, മുക്കുമുത്തി വീഴുമെന്ന് നേരത്ത്. ഞാൻ വിചാരിച്ച കുറച്ച് കഷ്ടപ്പെടുമെന്ന്. ട്രാൻസ്ഫോം ഇവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട്. ഇതിൻ്റെ 500 മാസ്റ്റർ ആക്കണമെന്നുണ്ട്, പക്ഷെ 2x മാസ്റ്ററിയും ഇല്ല.
പണിയെടുക്കാനും ഇതാണ്, നല്ല പണിയെടുക്കേണ്ടി വരും 500 ആകും. സോ വി നീഡ് ടു ഗെറ്റ് ദ V4. എല്ലാരെയും പറ്റും അല്ലെ? ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എന്തിനു V4 ആക്കാൻ പോണ? ഇടത്തേക്കേ നമുക്ക് അലോഡുള്ളൂ, ഈനം വേണ്ടിട്ട് മാത്രമായിട്ട് വന്നത്. ഓക്കെ, ഇനി ആ പൊട്ടനോട് ഒന്നും കൂടി സംസാരിച്ചാൽ അവൻ എന്ത് പറയും? So it was the temple of time that I felt. Okay. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിറാജിലേക്ക് മറ്റേ ഇത് ഓണാക്കിയാൽ മാത്രം മതി, V3. ഞാൻ ഇങ്ങോട്ടൊന്ന് സർവർ ഉറപ്പല്ലേ ചെയ്യണ്ടേ? എത്ര ആയെന്ന് അടുത്ത സെർവർ നോക്കാം. ഏതെങ്കിലും സെർവറിലേക്ക് എത്തു. ഓക്കെ, തുറന്നിട്ടുണ്ട്. ഓടട്ടെ ലെറ്റൻഡറി അടുത്ത ഫ്ലോട്ടിംഗ് ടർട്ടിൽ. ഓക്കെ, പ്രോഗ്രസ്. ഇനി എത്ര ആളെ കൊല്ലണോടാ? 4 ആളെ. എത്ര? എന്തുവാടെ ഇവിടെ സംഭവിക്കുന്നേ? അങ്ങോട്ട് വന്നാ കൊല്ലും മഞ്ഞ്. നേരത്തെ ആളല്ലേ ഇപ്പൊ? അർബൺ അവിടെ തന്നെയുണ്ട് 2 ആളും. പിന്നെ നമുക്ക് ഇവർ കൊല്ലുമ്പോ ഇടയിന്ന് ചാരീസ് കിട്ടിയാൽ നമുക്ക് ഒന്നെങ്കിൽ ഡോക്കിങ്ങിനെ കൊല്ലാൻ വേണമെങ്കിൽ മറ്റേ ഊന്റെ പേര് നൈൻഡ്രനെ കൊല്ലാം. ഡോക്കിങ്ങിനെ കൊല്ലേണ്ട കോക്കൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ഡ്രാഗൺ ടൈലന് ഇതൊക്കെ മാസ്റ്റർ ആക്കുമ്പോ മൊത്തം 26 ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ചോക്കോ ചാരീസ് ഒക്കെ ഇതില്ല. പിന്നെ നല്ലൊരു ഫ്രൂട്ട് ഇടണം. വണ്ടാണ് കിട്ടിയതാണ്. ഞാൻ വിചാരിച്ചു മറ്റേ ഇത് കിട്ടീന്ന്. എന്റെ പേരെന്ത്? ചാലീസ് കിട്ടീന്ന്. ഓക്കെ, 5. നമുക്ക് മൊത്തം എത്ര ആളെ കൊല്ലാനുണ്ട്? 30 ആളെ കൊല്ലണം. ഇപ്പൊ 5 അത്ര. ഇനിയും കൊറേ ഒട്ട സെർവർ ഒപ്പേണ്ടി വരും. നമുക്കെന്തായാലും ഇനി 30 ആയതിനു ശേഷം കാണാം. ഓക്കെ ഗോയ്സ്, നമ്മ ഇപ്പൊ 29 ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ആളുടെ ഫ്ലോട്ടിംഗ് ടർട്ടിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് അന്വേഷിക്കാം. വേർ ഈസ് ഹിം? എവിടെടാ ഡിയാബ്ലോ? നീ എവിടാടാ? എവിടെയാണെന്നൊന്ന് പറയടാ. ഫ്ലോട്ടിംഗ് ടർട്ടിലാണെന്നാണ് കാണിച്ചത്. പിന്നെ റോൾ ചെയ്തൊരു ഈഗിൾ കിട്ടി. പിന്നെ കുറെ കഷ്ടപ്പെട്ട് 29 ആക്കാൻ. മറ്റേ ഞാൻ ക്വസ്റ്റ് എടുക്കും, മറ്റേ എനിമീന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഹാക്കർ ഒന്ന് കൊല്ലും. ലാസ്റ്റ് ചൊടി കൊടുത്തിട്ട് നിർത്തി പോവാൻ തോന്നി. അന്നേരം വീഡിയോ എടുക്കണ്ടല്ലേന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന്. ഈ സ്ക്രിപ്റ്റ് യൂസേഴ്സിനെല്ലാം ബാനാണ് ഗെയിമിൽ നിന്ന്. അവിടെയും കൂടി ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഊഹം. അതേയിരിക്കുന്നു ഡിയാബ്ലോ. മാങ്ങാത്തലയെ കൊല്ലാൻ വന്നെയാണെങ്കിൽ കൊന്നിട്ടോ. അവനെ അല്ല, എന്നെ കൊല്ലാൻ വന്നെയാണെങ്കിൽ കൊന്നിട്ടോ. അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കൂല. എന്നെ കൊല്ലാൻ വന്നെയാണ്. എന്നാ നെർവസിറ്റ് അടിച്ചു. അവനെ കൊല്ലാൻ പോരുത്.
ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, എന്നാലും ഞാനിടും. പിന്നെ ഇത് ഇത്രയും ട്രൈ ചെയ്തിട്ടും ഒരു വട്ടം പോലും ചാലീസ് തന്നില്ല. അതിൽ മാത്രം ഒരു വിഷമം. ഇതിപ്പോ ഞാൻ 30 നമ്മൾ ആദ്യം ഈ ഹൈഡ്ര പോർട്ടലിൽ കയറണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ അല്ല, ഹൈഡ്രയിൽ പോയിട്ട് ഇപ്പൊ ഈ ക്വസ്റ്റ് ഗിവർ ഉണ്ടാവും. ഈ ക്വസ്റ്റ് ഗിവറിനടുത്ത് നേരെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിലേ കൂടി താഴേക്ക് ചാടണം. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഇതിന്റെയും താഴെ പോയ ഒരു വലിയ വാട്ടർഫാൾ ഉണ്ടാവും. ആ വാട്ടർഫാളിന്റെ അകത്ത് പോകണം. അതിനുശേഷം ഞാൻ സേബ് എക്യുപ്പ് ചെയ്ത് എന്തെങ്കിലും നിങ്ങള് ഫ്രൂട്ടിന്റെ എന്തിന്റെങ്കിലും ഒരു എബിലിറ്റി യൂസ് ചെയ്താൽ മതി. അതായത് നേരെ ട്രിപ്പിൾ സ്ലാഷ്. പൊട്ടിയോ? പൊട്ടിയില്ല. വാവ്, ഇതെങ്ങും പൊട്ടിയോ? ആ, പൊട്ടി. എന്നിട്ട് ഇവിടെ കുറച്ച് NPC ഉണ്ടാവും. ഇവന്മാരെയൊക്കെ അങ്ങ് തട്ടണം. എന്ത് വെച്ചാണെങ്കിൽ തട്ടാൻ, ഞാനിപ്പോ ബുദ്ധ വെച്ചിട്ടാണ് തട്ടുന്നുള്ളത്. ഓക്കെ, എല്ലാവരും ചത്തിട്ടാകുമ്പോ നിങ്ങൾ യാമ എടുക്കാൻ വന്നെങ്കിൽ നിങ്ങൾ ടുഷീട്ട് എടുക്കാൻ വേണ്ടി റിപ്പിൻ ഡ്രാൻ സ്പോൺ ആക്കിയിട്ട് വന്നതാണെങ്കിൽ ഈ വഴിയിലേക്ക് കൂടി ഓടിപ്പോണം. എന്നിട്ട് ഈ ഡോറ് കണ്ട ഇവിടെ വെള്ളം എത്തിയിട്ടുണ്ടാവും. അതിൽ നിൽക്കുകയെങ്കിൽ നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് യാമ അല്ല വേണ്ടത്, നമുക്കിപ്പോൾ യാമാണ് വേണ്ടത്, ടുഷീട്ടല്ല. നേരെ ഇങ്ങനെ ഈ സോഡ് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, എന്തൊക്കെ എഴുതി കാണിക്കും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഒന്നും കൂടി എന്നിട്ടാകുമ്പോൾ ഒരു വാണിങ് അതിൽ തരും. എന്നിട്ട് മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ ഇതാക്കണം. എന്നിട്ടാകുമ്പോൾ ഓരോടി നിങ്ങൾ ചിലപ്പോൾ ചാവാൻ വരെ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിയാലേ ഇനിയും എന്നാലും കണ്ടിന്യൂ ചെയ്യണം. ഒന്നും കൂടി, then you will get the sword. പക്ഷെ 30 ഇതാക്കണം. ഡീമൺ മോഡ് ടൈറ്റിലും കിട്ടും, ഡീമൺ മോഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്കപ്പോൾ നാളെ വീഡിയോ ഇടാം. എന്തായാലും നാളെ നമുക്ക് ബ്ലൂ ഗിയർ കണ്ടുപിടിക്കുന്ന വീഡിയോ ഇടാം. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ മിറാജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ബ്ലൂ ഗിയർ കണ്ടുപിടിക്കുന്ന വീഡിയോ ഇടും. അതിൻ്റെ നേരെ കൊളോസിയൽ കോഡാ. എനിക്ക് കൊളോസിയൽ കോഡല്ല വേണ്ട. ടൈറ്റിൽസ് വെയിറ്റ് ഇതുവരെ എനിക്ക് എത്ര ടൈറ്റിലുണ്ട്? 56 ഉള്ളൂ. വാരിയർ ഓഫ് ദ സീ അല്ല, ഫ്ലെയിം ഫിസ്റ്റ്. എവിടെയത്? ഡീമൺ മോഡ്. അത് സ്പെഷ്യൽ ടൈറ്റിലാണല്ലോ, ഡീമൺ മോഡ്. ഇനിയൊരു കേട്ടോക്കെ. അയ്യോ, ഡീമൺ മോഡ് സെറ്റ്. റോൾ ചെയ്യാൻ ടൈം ആയോ? ടൈം ആയെങ്കിൽ ഞാനിപ്പോൾ റോൾ ചെയ്യില്ല. ഫ്ലാഷ്. പിന്നെ ഗൈസ് ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിപ്പോൾ ഞാൻ ഫുൾ ബോഡി ആക്കിയിട്ട് ഫുൾ ബോഡിയാണ്. ഈ അവതാറിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അതാ ഇവിടെ നല്ല കൂളായിട്ട് അതാ ഇവിടെ നോക്കി നല്ല സൂക്ഷിച്ചു നോക്കിയാണ്. ഇതായി ഒരു കണ്ണിന്റെ പാതി സൈഡ് വരെ മാത്രമേ ഇല്ല. കണ്ട. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.